ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. സോ നിങ്ങളെല്ലാവരും ആരൊക്കെ പടം കണ്ടെന്നും പടം എങ്ങനെ ഉണ്ടായിരുന്നെന്നും ആദ്യമേ നിങ്ങൾക്ക് പറയാം. ഇത് സ്പോയിലർ ആയിരിക്കും. ഇതിൽ ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ ഞാൻ റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഈസ് ഓസം, വൺ ടൈം വാച്ചബിൾ, വേറെ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. കാരണം പടത്തെക്കുറിച്ച് ബാക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വെങ്കട്ട് പ്രഭു ഇതിൻ്റെ ഞാൻ വലിക്കുന്നതാണ്. ബട്ട് ഞാൻ എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ തോന്നി. സ്റ്റോറിയിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ വെങ്കട്ട് പ്രഭുവിൻ്റെ മസാല ഒക്കെ കുറേ ഉള്ളതുകൊണ്ട് ഒരു വിധം പോയി. പിന്നെ വെങ്കട്ട് പ്രഭുവിൻ്റെ ഗ്യാങ്ങിന് എടുക്കുന്നതിന് പകരം വിജയ് സാറിൻ്റെ കൂടെയുള്ള ഗ്യാങ്സ് അവരുടെ ആക്ടിങ് ഒക്കെ ഓക്കെ. പ്രഭുദേവ ആസ് യൂഷ്വൽ, ബാക്കിയുള്ള മോഹൻ, എല്ലാവരും ഓൾമോസ്റ്റ് അവരുടെ ആക്ടിങ്ങിന് അവർ എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഈ ഷിപ്പിലും ഇതിനു മുമ്പിൽ വന്ന പടങ്ങളിലെ പോലെ തന്നെ വിജയ് സാർ മാത്രമാണ് ക്യാപ്റ്റൻ, വേറെ ആരുമില്ല. എന്തുകൊണ്ടാണ് എല്ലാ ഡയറക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. പടത്തിന് സോൾ കൊണ്ടുവരുന്നതിന് പകരം വിജയ് സാറിൻ്റെ മേലിലാണ് എല്ലാ സോളും കൊണ്ടിട്ടിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് സോള് വിജയ് സാർ ആവണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയതുകൊണ്ട് അതായിരിക്കും മെയിനായിട്ടുള്ളത്. പിന്നെ സ്നേഹ, ആക്ടേഴ്സായിട്ടുള്ള എല്ലാവരും അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് റോളേ ഉള്ളൂ പലർക്കും. പിന്നെ എന്താ പറയാനുള്ളത്, എസ്പെഷ്യലി ഈ പടം ഇറങ്ങിയ സമയം തൊട്ട് ഒരു റൂമറുണ്ടായിരുന്നു ആർക്കും ക്യാപ്റ്റൻ. ആ റൂമർ സത്യമായിട്ടും അതൊരു അൺഎക്സ്പെക്റ്റഡ് ഇതിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പടം അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തൊട്ടേ ഹൈപ്പാണത്. ഫസ്റ്റ് തുടക്കം തൊട്ടേ ഹൈപ്പാണ്. വേറെ ഒന്നും പറയുന്നത്, തുടക്കം തൊട്ടേ ഹൈപ്പാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഫസ്റ്റ് തുടക്കം തൊട്ടേ ഹൈപ്പ്. പിന്നെ നമ്മൾ കുറേ ഇതിൽ റൂമേഴ്സ് വരുന്നുണ്ട്, അവരഭിനയിച്ചു. അത് ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെയാണ്. എന്ന് വെച്ചാൽ തൃഷ വരുന്നുണ്ട്. പക്ഷേ തൃഷ ഒരു സോങ്ങിന് മാത്രമാണ്, അതെല്ലാവർക്കും അറിയാം. മട്ട എന്ന് പറഞ്ഞ സോങ്ങിന് മാത്രമാണ് വരുന്നത്. പിന്നെ SK വരുന്നുണ്ട്, അതും ചെറിയ റോളാണ്. അതും പറയാനത്തക്ക വിധത്തിലില്ല, എന്നാലും അദ്ദേഹവും വരുന്നുണ്ട്. പിന്നെ പ്രേംജി ഓൾറെഡി എല്ലാ ഇൻ്റർവ്യൂവിലും കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ തന്നിരിക്കുന്ന റോള് അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. ബട്ട് കോമഡി വിജയ് സാർ കുറേ കോമഡി ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ചിരി വരുത്താനോ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഓക്കെ. പിന്നെ നമ്മുടെ വിജയ് സാറിൻ്റെ ക്യൂട്ട്നെസ് ഒരുപാടുണ്ട്, അത് ഓക്കെ. പിന്നെ ഇതിൽ ഞാനൊരു പോസ്റ്റർ കണ്ടായിരുന്നു, തളപതി വേഴ്സസ് തളപതി എന്ന് പറഞ്ഞാൽ ആ റിട്ടെന്നറിയില്ല. അതാണ് ഇതിലെ കഥ. സിമ്പിൾ എന്ന് വെച്ചാൽ തളപതിക്ക് വേറെ ആരും ഇല്ല എന്നുള്ള ഒരു മെയിൻ കോൺസെപ്റ്റിലാണ് പടം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാപ്റ്റൻ ഹോൾ ഷിപ്പ് സിങ്കിങ്ങിനെ താഴുന്നതിനെ പിടിച്ചു നിർത്തുന്നത് വിജയ് സാർ മാത്രമാണ്. പിന്നെ പടത്തിലെ കഥ സ്റ്റോറി ഞാൻ പറഞ്ഞില്ല, സ്റ്റോറി ഒരു വേഷില്ലാത്ത മൂവിയിലാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഇറക്കി കൊണ്ടെത്തിക്കുക, അതിലെത്തിക്കുക, ഒരൊറ്റ രീതിയിലായിരുന്നു പടം. ഒരു നോൺ ലീനിയർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മസാല നല്ല പോലെ ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പം പടം എങ്ങനെയായിരുന്നു, ട്രെയിലർ സ്പൈ ത്രില്ലർ ആയതുകൊണ്ട് മിക്കവാറും ഒരു നല്ല ആക്ഷൻ മറ്റേ മാനാടിൽ നടന്ന പോലെ എന്തെങ്കിലുമൊക്കെ പക്ഷേ ആക്ഷനൊക്കെ ഉണ്ട്, എന്നാലും പറയത്തക്ക തരത്തിലില്ല. നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റിലിരിക്കുന്ന ഒരു സാധനമില്ല. ഓക്കെ, ഇതുണ്ടല്ലേ ഇങ്ങനെയൊക്കെ അടിയാണ്. പിന്നെ പ്രെഡിക്റ്റബിൾ അല്ല, അതുകൊണ്ട് കുറച്ചൊക്കെ എന്ന് വെച്ചാൽ എല്ലാം പ്രെഡിക്റ്റബിൾ എന്നല്ല, കുറച്ചൊക്കെ പ്രെഡിക്റ്റബിളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണെന്ന്. വേറെ എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും വിജയ് സാർ ഇനി അടുത്ത ഒരു പടവും കൂടി ഉള്ളെന്ന് ആലോചിക്കാൻ നല്ല പേരുണ്ട്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യാം.
കാരണം നമ്മളുടെ സാറിന് വേണ്ടിയല്ലേ. സോ എല്ലാവരും പോയി കാണുക. ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല, കാരണം ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അവസാനം ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ ആരെയും കുറ്റക്കാരാക്കുന്നത്. ഫോഴ്സ് ചെയ്യുന്നില്ല. പടം ഓക്കെയാണ്, നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് ചിരിക്കാനുള്ളതില്ല, അത് ഓർത്തോണം. സോ വേറെ ഒന്നും പറയാനില്ല. വി മിസ് യു. അപ്പോൾ വേറെ ഒന്നും ഒരാളെ കുറിച്ച് പറയാൻ വിട്ടുപോയി. നമ്മുടെ യുവൻ സാറിൻ്റെ മ്യൂസിക് വേറൊരു രീതിയിൽ എടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അതങ്ങനെയുള്ളതാണ്. ഹാറ്റ്സ് ഓഫ് യുവൻ സാർ. ബട്ട് ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ബട്ട് വിഷ്വലെല്ലാം ഈ പാട്ടിൻ്റെ വിഷ്വൽ ചെയ്തിരുന്നത് ബേജൊന്നും അടിപൊളി. സോ അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ഗോഡ്സ്.